ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ റോസിനെ കുറിച്ചാണ് കേട്ടോ. എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ടും അതിന് നല്ലൊരു ഷൂട്ടോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പുറത്തൊരു അടിപൊളി ഷൂട്ട് അങ്ങ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഷൂട്ട് ഇതങ്ങ് വളർന്ന് അങ്ങ് ആകാശം മുട്ടെ വളരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതിലൊരു മൊട്ടോ കാര്യങ്ങളൊന്നും വരുന്നുമില്ല. ഇതിങ്ങ് വളർന്ന് അങ്ങ് കയറി അങ്ങ് പോവുകയാണ്. അങ്ങനെ സംശയം തോന്നി ഞാനൊരു ചോട് നന്നായിട്ടൊന്ന് പരിശോധിച്ചപ്പോൾ കാര്യം പിടികിട്ടി. ആശാൻ കള്ളനാണ് കേട്ടോ. കള്ളൻ എന്ന് വെച്ചാൽ കാട്ടു റോസ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മൾ ഇതിനിട്ട് കൊടുക്കുന്ന വളം മൊത്തം അത് വലിച്ചെടുക്കും. അതിങ്ങനെ വളം മൊത്തം വലിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ ഗ്രാഫ്റ്റഡ് ഏരിയ ഉണ്ടല്ലോ, അവിടെ പ്രത്യേകിച്ച് ഷൂട്ട്സോ കാര്യങ്ങളൊന്നും വരാതിരുന്നതും ഒരു വളർച്ചയില്ലാതിരുന്നതും സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് പുതിയൊരു വേര് പോലും കൂടെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ആവാനുള്ള റീസൺ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഗ്രാഫ്റ്റഡ് ഏരിയയിൽ നിന്ന് ഒരു 1 ഇഞ്ച് താഴ്ത്തി വേണം കേട്ടോ മണ്ണിട്ട് കൊടുക്കാനായിട്ട്. ഇതെന്തോ ബൈ മിസ്റ്റേക്കിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെ അവിടെ മണ്ണ് കവർ ആയതുകൊണ്ടാണ് വേര് വന്ന് ഇങ്ങനെ ഒരു ഷൂട്ട് അവിടെ വരാനായിട്ടുള്ള റീസൺ. ഇതിനെ ഇങ്ങനെ അങ്ങ് വിടുവാണെങ്കിൽ ഇത് നമ്മുടെ ബിൽഡിംഗ് ഒക്കെ കടന്ന് അങ്ങ് മുകളിലേക്ക് വളരും കേട്ടോ. കാരണം നമ്മുടെ പോട്ട് മിക്സിനുള്ളിൽ അടിപൊളി വളമാണല്ലോ ഉള്ളത്. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, സുഖമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് അവനെ കട്ട് ചെയ്യണം. എനിക്കിത് കണ്ടപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഉണ്ടല്ലോ, എത്ര ദിവസമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നല്ലേ ആ ഒരു ഷൂട്ട് വളർന്നു വന്ന് അതിലൊരു മുട്ടിടുന്ന കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ചെടികളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഷൂട്ടും കട്ട് ചെയ്ത് അതിൽ നിന്ന് വന്ന് വേരും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ചെടിയും ആകമൊത്തം ഒരു വളർച്ചയില്ലാതെ നിന്നുകൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഹാർഡ് പ്രൂൺ തന്നെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ കാറ്റഗറിയിലുള്ള പോപ്പ് ജോൺ പോൾ സെക്കൻഡ് വെറൈറ്റിയിലുള്ളതാണ്. നല്ല തൂവെള്ള നിറത്തിൽ അടിപൊളി മണമാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ സൈസ് ഇത്തിരി കൂടി വലുതാണെന്നാണ്. ഇത് ആ ചെടിയിൽ വിരിഞ്ഞ ആദ്യത്തെ റോസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത റോസ് വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.